ഒരുപാട് ലെയറുകളിലൂടെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് BJPയുടെ ശക്തി. RSS എന്ന് പറയുന്ന ഒരു കോർ മസിൽ സംഘടനയ്ക്കു ചുറ്റുമായി കറങ്ങുന്ന ഒരുപാട് സംഘടനകളുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ കായ്ഫലം തരുന്ന സംഘടനകൾ ഇക്കാണുന്നവയല്ല, മാധ്യമരംഗത്തുള്ള സംഘടനകളാണ്. അതും അംബാനിയുടെയും അദാനിയുടെയും ചൊൽപ്പടി നിൽക്കുന്ന മീഡിയകൾ ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾക്കു തെറ്റി. BJPയുടെ ഏറ്റവും വലിയ ഉപകരണം എന്ന് പറയുന്നത് മീഡിയകളിൽ ഈ മുഖ്യധാര മീഡിയകൾ അല്ല. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വകാര്യമായിട്ടുള്ള യൂട്യൂബ് ചാനലുകളാണ് പ്രധാനമായും. അതിലും പലതരം ഗ്രേഡുകളുണ്ട്. പണസമ്പാദനം എന്ന ലക്ഷ്യത്തിലൂടെ മാത്രം BJPയുടെ പാളയത്തിൽ എത്തിപ്പെടുകയും പിന്നെ അവരുടെ അജണ്ടയ്ക്ക് മാത്രം തുള്ളുകയും ചെയ്യുന്ന മറുനാടൻ മലയാളി മുതൽ. എന്നാൽ മറുനാടൻ മലയാളി ടാർഗറ്റ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ബുദ്ധിശക്തിയുള്ള സാധാരണ മറ്റു വാർത്തകളൊന്നും കേൾക്കാത്ത ആളുകളെയാണെങ്കിൽ ABC മലയാളം കുറച്ചും കൂടെ കൂടുതൽ ചിന്തിക്കുന്ന, കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന ആളുകളെ വാർത്താവലോകനം എന്ന രീതിയിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാളേറെ ബുദ്ധിപരമായിട്ടും ചിന്താപരമായിട്ടും കുറച്ചുകൂടെ ഉയർന്ന ആളുകളെ നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ബോധമനസ്സിലൂടെ അല്ലാതെ ഉപബോധ മനസ്സിലൂടെ അത്യാവശ്യം ചിന്തിക്കുന്ന, കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന, ചിന്തിച്ചു മാത്രം തീരുമാനമെടുക്കുന്നവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചാനൽ M എന്ന് പറയുന്ന പ്രൗഢമായ മറ്റൊരു യൂട്യൂബ് ചാനൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഉദാഹരണങ്ങൾ മാത്രം. നൂറുകണക്കിന് മീഡിയകൾ ഇങ്ങനെ പല തലത്തിലുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിൽ BJPക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അതിനത്രമാത്രം ബുദ്ധിശക്തിയോ ഒന്നും വേണ്ട, കുറഞ്ഞ നിരീക്ഷണ പാഠവങ്ങൾ മാത്രം മതി. പക്ഷേ പലരും ഇത് കാര്യമായി എടുക്കാത്തതിൻ്റെ ഒരു കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. BJP എങ്ങാനും ഇവിടെ പരാജയപ്പെട്ടാൽ മുസ്ലിങ്ങൾ ഇവിടെ ഭരണത്തിൽ വരുമോ എന്ന് ഭീതിയുള്ള മനുഷ്യർ. ആ ഭീതിക്കും ഒരു കാരണമുണ്ട്, അതടുത്ത ഭാഗത്തിൽ പറയാം.